കണ്ഠനാടിയേക്കാൾ അടുത്ത് ഞാനുണ്ടെന്ന് അല്ലാഹ്. എവിടെയുണ്ട്? കണ്ഠനാടിയേക്കാൾ അടുത്ത്. പിന്നെയോ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നബിയെ, അങ്ങയോട് ആരെങ്കിലും പടച്ചോൻ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ അടുത്തുണ്ട്, ഖരീബാണ്, ഞാൻ വളരെ അടുത്തുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലാഹ് എവിടെയുണ്ട്? വളരെ അടുത്തുണ്ട്. വഹുവ മഅകും ഐനമാ കുൻതും. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളോടൊപ്പം ഞാനുണ്ട്, എന്റെ മഅയ്യത്തുണ്ട്, ഞാനുണ്ട് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. നിങ്ങൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ കുടുംബത്തോടൊപ്പം ആസ്വദിക്കുമ്പോഴും അള്ളാഹനെ കാണാൻ കഴിയുമെന്ന് പരിശുദ്ധ ഖുർആൻ. വേറെ എവിടെയെങ്കിലും നിങ്ങൾ തേടിപ്പോണ്ട, നിങ്ങൾ ദൂരെ ദിക്കിലേക്ക് പോകേണ്ട അള്ളാഹനെ തേടിയിട്ട് അള്ളാഹ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് അള്ളാഹു പറയുന്നതായി പരിശുദ്ധ ഖുർആൻ. ഒരു ഖുദ്സിയായ ഹദീത്തുണ്ട്, വളരെ മനോഹരമായ ഡെപ്തുള്ള ഒരു ഹദീത്താണ്. ഇന്നത്തെ വിഷയം ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ കൽബിലേക്ക് കയറാൻ ഇത്തിരി പാടാണ്. മനസ്സിലാക്കിയാൽ അള്ളാഹു ഒരു ആനന്ദമായി നമുക്ക് അനുഭവപ്പെടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ തങ്ങൾ പറയുന്നു, യഖൂലുല്ലാഹു തബാറക വ തആല, അല്ലാഹു പറയുന്നു. എന്താണ് അല്ലാഹു പറയുന്നത്? ബനൈതു ഫീ ജൗഫി ബിനി ആദമ ഖസ്റാ വഫിൽ ഖസ്രി സദ്റാ വഫിസ് സദ്രി ഖൽബാ വഫിൽ ഖൽബി ഫുആദാ വഫിൽ ഫുആദി ശഗാഫാ വഫിസ് ശഗാഫി ലുബ്ബാ വഫിൽ ലുബ്ബി സിർറാ വഫിസ് സിർരി അനാ. ഇതൊരു പ്രയോഗമാണത്. നോക്കിയേ, യഖൂലു തബാറക വ തആല ബനൈതു ഫീ ജൗഫി ബിനി ആദം ഖസ്റൻ. മനുഷ്യന്റെ ഉള്ളിൽ ഞാനൊരു കൊട്ടാരം പണിതു. അല്ലാഹു പറയാൻ, മനുഷ്യന്റെ ഉള്ളിൽ ഞാനൊരു കൊട്ടാരം പണിതു. വഫിൽ ഖസ്രി സദ്റാ, ആ കൊട്ടാരത്തിനുള്ളിൽ ഒരു നെഞ്ച് സൃഷ്ടിച്ചു. വഫിസ് സദ്രി ഖൽബാ, ആ നെഞ്ചിനുള്ളിൽ ഒരു ഹൃദയം സൃഷ്ടിച്ചു. വഫിൽ ഖൽബി ഫുആദാ, ആ ഹൃദയത്തിനകത്ത് ഞാനൊരു മനസ്സ് സൃഷ്ടിച്ചു. വഫിൽ ഫുആദി ശഗാഫ, ആ മനസ്സിനകത്ത് ഞാനൊരു ഉള്ളറ പടച്ചു. വഫിസ് ശഗാഫി ലുബ്ബ, ആ ഉള്ളറയുടെ അകത്ത് ഒരു അകക്കാമ്പിനെ പടച്ചു. വഫിൽ ലുബ്ബി സിർറ, ആ അകക്കാമ്പിനകത്ത് ഒരു രഹസ്യത്തെ പടച്ചു. വഫിസ് സിർരി അനാ, ആ രഹസ്യത്തിനകത്ത് ഞാനുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞതായി സയ്യിദുനാ റസൂലുള്ളാഹ്. അള്ളാഹനെ കിട്ടണമെങ്കിൽ കുറച്ച് യാത്ര ചെയ്യണം, കുറച്ച് യാത്ര ചെയ്യണം. അത് സ്പേസുകൾ കടന്നൊന്നും പോകണ്ട, 7 വാനങ്ങൾക്കപ്പുറവും പോകണ്ട, ഒരുപാട് യാത്ര പുറത്തൊന്നും ചെയ്യണ്ട. നമ്മുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്താൽ അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അതിനർത്ഥം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ പടച്ചോൻ കസേരയിട്ടിരിക്കുകയാണെന്നല്ല. ആ പറച്ചിലൂടെ നമ്മൾ